ധനഹ മൂന്നാം തിങ്കൾ. മാർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ശിഷ്യന്മാരെ അയക്കുന്നു. നിർദ്ദേശങ്ങൾ നൽകി ശിഷ്യന്മാരെ അയക്കുന്നതും അവർ തിരികെ വന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും മാർക്കോസ് വിവരിക്കുന്നുണ്ട്. ഇന്നത്തെ പോലെ സമ്പർക്ക മാധ്യമങ്ങൾ പുരോഗമിക്കാത്ത കാലത്ത് സഞ്ചാരപ്രദമായ രീതിയിലൂടെയാണ് സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക. ഈ രണ്ടുപേരെ വീതം അയക്കുന്നത് യഹൂദ രീതിയാണ്. സാക്ഷ്യത്തിന് ഇത് അവിഭാജ്യ ഘടകമായിരുന്നു. അശുദ്ധാത്മാക്കളുടെ മേലുള്ള അധികാരമാണ് യേശു അവർക്ക് നൽകുന്നത്. കാരണം അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നവർക്ക് പിന്നീട് എന്തും ചെയ്യാനുള്ള ശക്തി ഉണ്ടാകും. വടിയെടുക്കാനുള്ള അനുവാദം ഒരു സംരക്ഷണ ബോധവും മോശയുടെ കയ്യിൽ ഏന്തിയ വടിയുടെ ഓർമ്മ പുതുക്കലുമാണ്. സഞ്ചി വേണ്ട, സഞ്ചിയിൽ ഭക്ഷണം കരുതേണ്ട, അരപ്പട്ട വേണ്ട, അരപ്പട്ടയിൽ പണം വേണ്ട. ഇത്തരം ഭൗതിക ആവശ്യങ്ങളൊക്കെ ദൈവം തന്നെ ഒരുക്കിക്കൊള്ളും. പ്രഘോഷണവേളയിൽ താമസ സൗകര്യം ആദ്യം ലഭിച്ച വീട്ടിൽ തന്നെയാകണം. സുഖലോലുപത്വം നോക്കി വീടുകൾ മാറി മാറി ഉപയോഗപ്പെടുത്തരുതെന്ന് വ്യംഗ്യം. സുഖലോലുപത്വമാണ് സുവിശേഷ വേലയുടെ ഏറ്റവും വലിയ ഭീഷണി. യഹൂദർ വിജാതീയ ദേശങ്ങളിൽ പോയി അതിർത്തിയിൽ തിരികെ എത്തുമ്പോൾ കാലിലെ അശുദ്ധി കഴുകിക്കളയുക എന്ന ഒരു പതിവുണ്ടായിരുന്നു. ദൈവരാജ്യ സന്ദേശം സ്വീകരിക്കാത്ത കുടുംബങ്ങൾ യഹൂദരാൽ പോലും വിജാതീയ കുടുംബങ്ങൾക്ക് തുല്യമാണ്.